അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അകറ്റിത്തരട്ടെ. അനേകായിരം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനു ശരീഫിലെ നല്ല നല്ല രാത്രികളും പകലുകളും നമ്മളിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ മാസമാണ്, ദിക്റിന്റെ മാസമാണ്, ഖുർആൻ ഓതേണ്ട മാസമാണ്, തൗബയുടെ മാസമാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളുടെ സമയങ്ങൾ അനാവശ്യമായി ചെലവഴിക്കാതെ ധാരാളം ഖുർആൻ ഓതാനും ദിക്ർ ചെല്ലാനും തൗബ ചെയ്യാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ആമുഖങ്ങളൊന്നും പറയാതെ നമ്മളെ ദുആ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരെ നമ്മൾ എപ്പോഴും ഓർക്കണം. ഒരിക്കലും നമ്മൾ അവരെ മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാം. وإلى حضرة من ماتوا منا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹയുടെ ബറക്കത്ത്
ബറക്കത്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഖബർ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവരെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ സർവ്വ ടെൻഷനുകളും നീ അകറ്റി തരണേ റഹ്മാനെ. ജീവിത വിജയം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ഹബീബായ മുത്തുനബിയോട് സലാം പറയുകയാണ്. മഹാനായ മുത്തുനബിയോട് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുനബി അതിങ്ങനെ കാണുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ സലാം പറയാ. നമ്മളെ സലാം ഇങ്ങനെ മുത്തുനബി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുത്തുനബിയോടുള്ള മഹബ്ബത്ത്, ആ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാ. അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകൾ ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. അള്ളാഹുവിന്റെ ഇസ്മു ചൊല്ലിയാൽ തന്നെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരികയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മുകൾ ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മൾക്ക് ചൊല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ
والإكرام يا حي يا قيوم يا ذا الجلال 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 والإكرام അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഇസ്മുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് തൗബയുടെ ചില വാചകങ്ങളാണ്. ഇസ്തിഗ്ഫാറിന്റെ വ്യത്യസ്തങ്ങളായ ചില വാചകങ്ങളാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. നമ്മളെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരണം. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യവും പരസ്യവുമായി നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പാപങ്ങൾ പൊറുക്കുന്ന റമളാൻ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൗബയുടെ വാചകം നമുക്ക് ചൊല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക ഇന്നക കുൻത ഗഫാറാ. 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 അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക ഇന്നക കുൻത ഗഫാറാ.
اللهم إنا نستغفرك إنك كنت غفارا 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 അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഈമാൻ നൽകണേ അല്ലാ അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട അടിയാറുകളാണ് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മങ്കൂസ് മൗലൂദിലെ തുടക്കത്തിലെ അൻതത്തത്തിലെ ബൈത്ത് ചെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ് നല്ല ഫായിദുള്ള ബൈത്താണ് എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും ചൊല്ലുക അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇർതഖബ്തു അലൽ ഖത്വാ ഗൈറ ഹസിരി വഅദാത് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്
إننا نرجو إلى كأس حولك للعطاس يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ബൈത്തുകളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. മുത്തുനബിയുടെ മഹബ്ബത്ത് നൽകണേ അള്ളാഹ്. ഞങ്ങളെ അനുഗ്രഹിക്കണേ അള്ളാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്ബീഹ് നമ്മൾ അല്പം ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi 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 സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹു നമ്മളെ ചൊല്ലിയ തസ്ബീഹ് സ്വീകരിക്കട്ടെ. അതിന് പകരമായി സ്വർഗം നൽകട്ടെ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് അഫ്ളലു ദിക്ർ ചൊല്ലുകയാണ്. لا إله إلا الله 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 لا إله
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ, ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അല്പം സലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി. അല്ലാഹു സ്വീകരിക്കട്ടെ. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാൻ ഭാഗ്യം നൽകണേ റഹ്മാനേ. മുത്തുനബിയുടെ പാത പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഉണർവിലായി കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ഇസ്തിഗ്ഫാറുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളെ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് പാപങ്ങൾ പൊറുക്കല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ കാരണത്താൽ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾ ചെയ്ത തിന്മകളുടെ കാരണത്താൽ ഞങ്ങളെ ഭാര്യ മക്കളെ കുടുംബക്കാരെ നീ പരീക്ഷിക്കല്ല അല്ലാ, ശിക്ഷിക്കല്ല അല്ലാ. ഇൻഷാ അല്ലാഹ് അല്പം ദുആ ചെയ്ത് മജ്‌ലിസ് അവസാനിപ്പിക്കാം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ കരുണക്കടലായ രാജാതിരാജനായ പരമദയാലുവായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് ഞങ്ങൾ ചൊല്ലിയത് ഖബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ പടച്ചവനെ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഉമ്മമാര് ഉപ്പമാര് സഹോദരി സഹോദരന്മാര് പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് മജ്ലിസിൽ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നത്, ഖുർആൻ ഓതുന്നത്. ആ ഉദ്ദേശം നിറവേറ്റണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ, ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. പല പല അസുഖങ്ങൾ മാറാൻ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഉമ്മമാര് ഉപ്പമാര് സഹോദരന്മാര് അല്ലാ, എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ കൊടുക്കണേ അല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ, ഷുഗർ, പ്രഷർ, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, ചെവിവേദന, വയറുവേദന, ഗർഭാശയത്തിൽ മുഴം, വൃക്കക്ക് അസുഖം, കിഡ്നിക്ക് അസുഖം, തലച്ചോറിന് പ്രശ്നം, രക്തത്തിന് പ്രശ്നമുള്ള ആളുകൾ എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകൾ ശിഫ കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ നിന്റെ മഹദ് ഫളില് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ, ആ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റബ്ബേ. എത്രയോ ആളുകൾ കടങ്ങൾ കാരണം പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, ആത്മഹത്യയുടെ വക്കില് പോലും എത്തിയിട്ടുണ്ട്. സ്വന്തം വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, നാട് വിടേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എത്ര ഉമ്മമാരാണ് ഉപ്പമാരാണ് സങ്കടം പറയുന്നത്. കടത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങളെ കടക്കാരാക്കല്ല അല്ലാ. കടമെന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. കടമുള്ളവർക്ക് അത് വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളാണ്. ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ, ഓലമേഞ്ഞ വീട്ടിൽ കഴിയുന്ന ആളുകൾ, നല്ല വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല, തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണം പടച്ചോനെ. പടച്ചവനെ, എത്ര മക്കളാണ് വിവാഹപ്രായമെത്തി ശരിയാവാതെ പ്രയാസപ്പെടുന്നത്. ആ മക്കൾക്കൊക്കെ നല്ല ഇണകളെ കൊടുക്കല്ല, നല്ല വിവാഹ ജീവിതം കൊടുക്ക് റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കല്ല. ഞങ്ങളെ മക്കളെ സ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. എത്ര മക്കളാണ് ലഹരിക്ക് അടിമപ്പെട്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് അതാ മോശമായി പോകുന്നത്. അത്തരം സ്വഭാവങ്ങളെ തൊട്ട്, ദുഷിച്ച ശീലങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. നല്ല സൽമാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള മനസ്സും തൗഫീക്കും കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല ബുദ്ധി കൂർമ്മത നൽകണേ അല്ലാ. ഈമാനും അച്ചടക്കവും സൽസ്വഭാവവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. പഠിച്ച മക്കൾക്ക് ഉദ്ദേശിച്ച പഠിച്ച ജോലി കൊടുത്ത് റഹ്മാനെ അനുഗ്രഹിക്കണം റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുത്തല്ല അല്ലാ, ജോലിയില്ലാതെ ഒരാളെയും കഷ്ടപ്പെടുത്തല്ല അല്ലാ. പടച്ചവനെ, എത്ര ഭാര്യ ഭർത്താക്കന്മാരാണ് ഭർത്താവിന്റെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെടുന്നവർക്കൊക്കെ നല്ല ജീവിതം കൊടുക്കല്ല, സൽസ്വഭാവം കൊടുക്കല്ല. മോശമായ സ്വഭാവങ്ങൾ അകറ്റി കൊടുത്ത് നല്ല ഐക്യത്തോടെ, അന്തസ്സോടെ, റാഹത്തോടുകൂടെ ഹാപ്പിയായി ജീവിക്കാനുള്ള ഭാഗ്യവും അവസരവും കൊടുക്കല്ല. അർഹമുറാഹിമീനായ രാജാതിരാജനായ അല്ലാ, ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട് പോറ്റി വളർത്തിയ കഷ്ടപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കള്, അതേ ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാര്, അതുപോലെ തന്നെ ഞങ്ങളെ മക്കള്, ഞങ്ങളെ കുടുംബക്കാര്, ജ്യേഷ്ഠന്യന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ ഭാര്യ ഭർത്താക്കന്മാര്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, അയൽവാസികൾ, കൂട്ടുകാര്, മുത്തുമുഅ്മിനീങ്ങളുണ്ട് പടച്ചോനെ. അതുപോലെ തന്നെ ഞങ്ങളെ വല്ലുമ്മമാര്, ഭക്ഷണം തന്ന ആളുകൾ, ഈ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട്, കൂട്ടുകാര്, സ്നേഹിച്ചവര്, അല്ലാ, എല്ലാവർക്കും
അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും കൊടുക്കല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ മഹാന്മാരെ പേര് പറഞ്ഞിട്ടുണ്ട്, ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങൾക്ക് 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് കൊടുക്കല്ലാ. ഞങ്ങളെ കുടുംബക്കാർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കല്ലാ. ആ ബറക്കത്ത് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട്, മാരണത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കല്ലാ. സുയാലുക്കളെ തൊട്ട് കാക്കല്ലാ. പടച്ചവനെ പൈശാചികമായ ശർറിനെ തൊട്ട്, കുഫറിനെ തൊട്ട് കാക്കണം ഞങ്ങളെ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകല്ല. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കല്ല. ഞങ്ങളെ എല്ലാ മേഖലയിലും ബർക്കത്തും നിന്റെ കാവലും നിന്റെ സഹായവും നിന്റെ സംരക്ഷണവും നൽകണേ റഹ്മാനെ. ആഫത്ത് മുസീബത്ത് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാത്തോളണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശയിൽ കടക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്ക്, സ്വർഗമാക്ക്, സന്തോഷത്തിലാക്ക്, റാഹത്തിലാക്കി കൊടുക്കല്ല. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ല. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല. നരകത്തിനെ തൊട്ട് കാക്കല്ല. അർശിന്റെ തണലും ഹൗദുൽ കൗസറും നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും റജിയാലെ തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാ. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. إن شاء الله ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഉച്ചക്ക് 1 മണിക്ക് നല്ല ഒരു അടിപൊളി വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിലും എല്ലാവരും പങ്കെടുക്കുകയും ആ വിഷയം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.